അത് കലക്കി. ഇത് വച്ചിട്ടാ ഇനി എന്റെ അടുത്ത കലാപം. എന്റെ ദൈവമേ, തീരുമ്പോ അവക്കിട്ട് വെട്ടാനേ ഓരോരോ പുതിയ ആയുധങ്ങള് നീ എനിക്ക് തരുവാണല്ലോ. അപ്പൊ അതൊക്കെ കൃത്യസമയത്ത് എനിക്ക് എത്തിച്ചേരാൻ എന്റെ പൊന്നു മകനായ നീയും വാടാ. എങ്ങോട്ടാ? നീ വാടാ ചക്കരെ. അത് ഗുരുതരമായ കുറ്റമാണ്. നമ്മുടെ പ്രസ്ഥാനത്ത് നിന്നുകൊണ്ട് നമ്മളെ ഒറ്റുന്ന ഏർപ്പാടല്ലേ അത്. എന്തായാലും നടപടി എടുത്തേ പറ്റൂ. 16-ാം തീയതിയാണ് സംസ്ഥാന കമ്മിറ്റി. നമുക്ക് ഉടനെ നടപടി എടുത്തേ പറ്റൂ. ചേച്ചി വാ. എന്താ ചേച്ചി? ഞാനേ നമ്മൾ നടത്താൻ പോകുന്ന ചടങ്ങുകളെ കുറിച്ച് വിശദമായിട്ടൊന്ന് പറയാനാ വന്നത്. ഓ, ഋതുമോൾക്ക് വേണ്ടി നടത്തുന്ന ചടങ്ങിനെ കുറിച്ചാ ഞാൻ പറയുന്നത്. അല്ല, അതൊക്കെ അത്ര വലിയ ആഘോഷമാക്കി മാറ്റണോ ചേച്ചി? വേണം മോനെ. കാര്യം പത്മി നീ ഉപേക്ഷിച്ചെങ്കിലേ ഋതുമോള് മഹാദേവ വർമ്മ സാറിന്റെ കൊച്ചുമോളാ. പിന്നെ സരസ്വതി വർമ്മയുടെ പേരക്കുട്ടിയാ. അതിലുപരി സൂര്യമംഗലം രാജവംശത്തിലെ രാജകുമാരിയാ. എന്റെ അമ്മയുടെ ഒരു തള്ളു പറയാതിരിക്കാൻ പറ്റില്ല. ഇവരൊരു അത്ഭുത അവതാരം തന്നെയാ. സൂര്യമംഗല രാജവംശോ? രാജാവും പ്രജകളൊക്കെ അങ്ങ് 18-ാം നൂറ്റാണ്ടിലല്ലേ ചേച്ചി? ഇതിപ്പോ ജനാധിപത്യ രാഷ്ട്രമാ. ആയിക്കോട്ടെ, പക്ഷേ നമ്മുടെ ഋതുമോള് സൂര്യമംഗലത്തെ രാജകുമാരി തന്നെയാ. രാജാവും പ്രജകളും കുതിരവണ്ടികളും പല്ലക്കും ചുമടുതാങ്ങികളും ഒക്കെ പോയെങ്കിലും തറവാട്ടുകാരെല്ലാരും അവളെ കാണുന്നത് രാജകുമാരിയായിട്ടാ. അതുകൊണ്ട് ചടങ്ങുകളെല്ലാം വളരെ ആഘോഷമായിട്ട് തന്നെ നടത്തണം. ചേച്ചി, ഇത്തരം ആഘോഷങ്ങളൊക്കെ അനാവശ്യമാണ്. പെൺകുട്ടികൾ വയസ്സറിയിച്ചാൽ ആഘോഷം, ഗർഭിണിയായാൽ ഉത്സവം, പുലകുളി, അടിയന്തരം, വളകാപ്പ്, ഇതൊക്കെ എന്നെ അവസാനിപ്പിച്ചതാ. നവോത്ഥാന നായകന്മാരുടെ ആത്മാവ് പോലും പൊറുക്കില്ല ഇതൊക്കെ കേട്ടാ. മരിച്ചു മണ്ണടിഞ്ഞു പോയ നവോത്ഥാന നായകന്മാരൊന്നും ഇതറിയുന്നില്ലല്ലോ. സൂര്യമംഗലം കോവിലകത്തെ അടുത്ത അവകാശിക്ക് ജന്മം കൊടുക്കുന്ന കുട്ടിയാ ഋതിക. ആ കോവിലകത്തിന്റെ പല താവഴികളിലും പലരും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അവരൊക്കെ ചോദിച്ചാ നമുക്ക് ഉത്തരമില്ലാതാവും. അതുമാത്രമല്ല, നീ സൂര്യമംഗലത്തെ മരുമകനല്ലേ? അച്ഛനോട് ഞാനതെങ്ങനെ പറയും? ഇത് കേൾക്കുമ്പോൾ അച്ഛൻ പൊട്ടിത്തെറിക്കും. ആ ഡോക്ടറോട് ചൂടാവും.